ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി എന്നോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ സനോജ്, രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. ഒരു മനുഷ്യന് ഒരു പെൺകുട്ടിയോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറാൻ കഴിയുമോ? അതും ഒരു ജനപ്രതിനിധിക്ക്. അത്രമാത്രം മോശപ്പെട്ട ഇടപെടലാണ് കോൺഗ്രസിന്റെ യുവ നേതാവിന്റെ ഭാഗത്തു നിന്ന് ആ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. സനോജ്, അതെ, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പൊ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിരവധി പെൺകുട്ടികളാണ് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ പല നിലയിലും വിളിച്ചു പറഞ്ഞത്. കുറെ ആളുകൾ പൊതുയിടങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ എല്ലാം കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 1-ലോ 2-ലോ 3-ലോ 4-ലോ 5-ലോ നിൽക്കില്ല എന്നതാണ് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത്രയേറെ പരാതികൾ ഉയർന്നു വന്നിട്ടും ഈ സൈക്കോപാത്തിനെ എല്ലാ നിലയിലും സംരക്ഷണം കൊടുത്ത് അയാളെ കൊണ്ടു നടന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതൃത്വം ഗത്യന്തരമില്ലാതെ, അതായത് കോടതി അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട വാദങ്ങൾക്ക് സന്ദർഭത്തിൽ ആണല്ലോ ഇതുമായി ബന്ധപ്പെട്ട നടപടി അവർക്ക് സ്വീകരിക്കേണ്ടി വന്നത്. അപ്പൊ അതുവരെ നിരവധി പരാതികൾ ഈ ഷാഫിയോടും അല്ലെങ്കിൽ അതുപോലെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളോടെല്ലാം പറഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ കൊണ്ടു നടന്നത്. അപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ്. രാവിലെ തങ്കപ്പൻ DCC അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. ആ മറുപടി കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം അവസാനിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ അതിന്റെ ഒരു ആ വിശദീകരണം തൃപ്തികരമാണോ സനോജ്? അങ്ങനെയല്ലോ. അതായത് ഇദ്ദേഹത്തിന് നേരെയുള്ള നിരവധി പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇദ്ദേഹത്തെ MLA ആക്കുന്നത്, ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കുന്നത്. എന്നിട്ട് ഗത്യന്തരമില്ലാതെയാണല്ലോ പുറത്താക്കിയത്. അല്ലാതെ ഈ പരാതി കിട്ടിയ ഉടൻ തന്നെ ആ ഇരകളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത ഇരകളെ ആക്ഷേപിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ നടത്തി. ആകെ എതിരായി വരുന്ന സന്ദർഭത്തിൽ മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ അണികളുടെ എത്രമാത്രം വലിയ പിന്തുണ, കോൺഗ്രസിന്റെ സൈബർ സംഘത്തിന്റെ എത്രമാത്രം വലിയ പിന്തുണ അതിലപ്പുറമുള്ള കാര്യങ്ങളുണ്ടല്ലോ ശ്രീ വി കെ സനോജ്. അതായത് നോക്കൂ, ഇയാൾ നിയമസഭയിലേക്ക് വന്നപ്പോൾ അകമ്പടി സേവിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് തിരുവനന്തപുരത്തെ ഒരു നടപടിയും അയാൾക്കെതിരെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം പുറത്താക്കിയതിനു ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാലക്കാട് പ്രചരണം നടത്തിയത്. ഒരു നടപടിയും ഉണ്ടായില്ല. അവിടെ പാലക്കാട് ജയിച്ച കോൺഗ്രസിന്റെ കൗൺസിലർമാർ മാങ്കൂട്ടത്തിനെ കാണാൻ പോയിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പുറത്താക്കിയതാണ്, അതിനുശേഷം ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കോൺഗ്രസുകാർ പറയുന്നത്? അതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസുകാര് പുറത്താക്കിയെന്നെല്ലാം ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുകയാണ്. ഈ പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളുകൾക്ക് അറിയാമല്ലോ, അവിടെ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം തന്നെയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്. അയാളുടെ ഓഫീസ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോഴാരാണ്? അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണത്തോടും ഒരുക്കിയതാരാണ്? അദ്ദേഹം അവിടെ വന്നിറങ്ങുമ്പോൾ കാറുമായി പോകുന്നതാരാണ്? അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്നതാരാണ്? അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കുന്നതാരാണ്? അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്നതാരാണ്? അദ്ദേഹത്തിന് ആവശ്യമായിട്ട് എല്ലാ സോഷ്യൽ മീഡിയ വാർ റൂം തുറന്നിട്ട് അതിനാവശ്യമായ ന്യായീകരണ മുദ്രാവാക്യം എഴുതി കൊടുത്ത് ആ നിലയിൽ കൊണ്ടുപോകുന്നതാരാണ്? എല്ലാം കോൺഗ്രസ് ആണ്. അപ്പൊ ഷാഫി പറമ്പൽ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗം ടീമാണ് ഇപ്പോഴും രാഹുലിനെ കൊണ്ടു നടക്കുന്നത്. അവർ കരുതുന്നത് രാഹുലിന്റെ കേസെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി, രാഹുലിനെ പെട്ടെന്ന് തന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നാണ് ഷാഫി കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അല്ല, അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത തവണ മത്സരിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വരെ തുടങ്ങി. PJ കുര്യന്റെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മുടെ മുൻപിലില്ലേ? ഉറപ്പായിട്ടും. അതായത് ഈ ഷാഫിയും സംഘവും കേരളത്തിലെ കോൺഗ്രസ്സുകാരെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത് ഇതെല്ലാം കേസ് വളരെ പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് കുറ്റവിമുക്തനാവും, രാഹുൽ മാങ്കൂട്ടം ശക്തനായി കോൺഗ്രസിൽ തിരിച്ചു വരും എന്നാണ്. ആ തിരിച്ചു വരുന്ന ആ വരവ് കാത്തിട്ടാണ് കോൺഗ്രസ്സുകാർ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ വരവ് എങ്ങോട്ടാണ്, പോക്കെങ്ങോട്ടാണെന്നല്ല ഇപ്പൊ നമ്മൾ കണ്ടറിയണം. ഇപ്പോ ഇന്നിപ്പോ അറസ്റ്റ് ചെയ്ത കേസ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു കേസാണ്. പുതിയ പരാതിയാണ്, മൂന്നാമത്തെ പരാതി. നമ്മുടെ മുമ്പിലോ പൊതുസമൂഹത്തിന് മുമ്പിലോ ഇല്ലാത്ത പരാതിയാണ്. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു, നിരവധി പെൺകുട്ടികൾ ഇതുപോലെയുള്ള പരാതികളുമായിട്ട് വരും. ഒരു പെൺകുട്ടി ധൈര്യത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറായി അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് പോയപ്പോഴാണ് മറ്റാളുകൾക്ക് ധൈര്യം വന്നത്. കാരണം അതുവരെ കോൺഗ്രസിന്റെ നേതൃത്വവും ഇതിന്റെ ഈ പ്രിവിലേജെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് പരാതി കൊടുക്കാൻ മുന്നോട്ട് വരുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുകയായിരുന്നു. അത് ഈ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, ഈ ഷാഫി അടങ്ങുന്ന ഈ രാഹുലിന് വേണ്ടി ആരംഭിച്ച വാർ റൂം അവര് ഓരോ പെൺകുട്ടികളുടെയും പ്രൊഫൈൽ തപ്പിയെടുത്ത് അതുമായി ബന്ധപ്പെട്ട വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരുന്നു പല പെൺകുട്ടികളും ധൈര്യപൂർവ്വം മുന്നോട്ട് വരാതിരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസാധകയായിട്ട് ഒരു പെൺകുട്ടി, കോഴിക്കോടെ ഒരു പെൺകുട്ടി
ഷഹന അങ്ങനെ മറ്റു പേരിൽ പെൺകുട്ടി ഈ ഷാഫി പറമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് നേരത്തെ ഞാൻ പരാതി കൊടുത്തിരുന്നു എന്നും എന്നെ ഡൽഹിയിലേക്ക് കർഷക സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചു എന്നൊക്കെ പരസ്യമായി പറഞ്ഞല്ലേ. അതിനകത്ത് ആരെയാണ് ആ പെൺകുട്ടി ഉന്നം വെച്ചത്? ഷാഫിയായിരുന്നു. ആ പെൺകുട്ടി തന്നെ ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുകയാണ്. അപ്പൊ അവര് തന്നെ പറഞ്ഞത് ഷാഫിയാണ് ഇതിനെല്ലാം ആവശ്യമായിട്ടല്ല സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്നാണ്. അപ്പൊ ഷാഫിയും കോൺഗ്രസിന്റെ നേതൃത്വവും മറുപടി പറയേണ്ട വിഷയമാണ്. പുറത്താക്കി എന്ന് പറഞ്ഞ് കൈ കഴുകാൻ വേണ്ടി കഴിയില്ല. ഒരു കാര്യം കൂടി ഇപ്പോൾ താങ്കളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതിച്ചോറിനെ അധിക്ഷേപിച്ച ഏറ്റവും മോശം പരാമർശമാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ച മോശം പരാമർശങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും പരിഹാസവും ഒക്കെ മാത്രം കൈമുതലാക്കിയ ഒരു നേതാവ് അയാളുടെ അനിവാര്യമായ പതനത്തിലേക്ക് പോയി വീഴുന്നതാണോ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം പൊതിച്ചോറ് എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ഏറ്റെടുത്ത പരിപാടിയാണ്. ഡിവൈഎഫ്ഐ ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഡിവൈഎഫ്ഐ ആരംഭിച്ച ആ മാതൃകാ പരിപാടി ആരാണ് വിജയിപ്പിക്കുന്നത്? അത് ഡിവൈഎഫ്ഐയുടെ കുടുംബങ്ങൾ മാത്രമാണോ? അത് എല്ലാ കുടുംബത്തിലെയും അമ്മമാരും എല്ലാ കുടുംബാംഗങ്ങളും ചേർന്നാണ് വിജയിപ്പിക്കുന്നത്. ആ മാതൃകാ പദ്ധതിക്ക് ആവശ്യമായ പൊതിച്ചോറുകൾ കെട്ടിവെക്കുന്ന അമ്മമാരെ എത്ര മോശം ഭാഷയിലാണ് അയാൾ അധിക്ഷേപിച്ചത്. ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ഭക്ഷണം പൊതിയുന്ന അമ്മമാരെ ഈ അനാശ്വാസത്തിന്റെ ആളുകളാണ് എന്നല്ലേ ആക്ഷേപിച്ചത്. ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ എല്ലാം മറവിൽ അനാശ്വാസം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ കടന്നു പോകില്ല അല്ലേ ശ്രീ സനോജ്? ഉറപ്പല്ലേ. ഇതിലെല്ലാം ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ വരുമ്പോ എല്ലാ വിഭാഗം ആളുകളും പറഞ്ഞല്ലോ. ഈ പൊതിച്ചോറ് കെട്ടിവെച്ച അമ്മമാർ മുഴുവൻ പറഞ്ഞല്ലോ അവർക്ക് നേരെ ഉയർത്തിയിട്ടുള്ള ആക്ഷേപം സംബന്ധിച്ച്. അതിൽ കക്ഷി രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ കൊണ്ടുവന്ന ഒരു വൃത്തികെട്ട ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ഒരിക്കലും അനുകരിക്കാൻ പാടില്ലാത്ത ഒരു പൊതുപ്രവർത്തകർക്ക് ആർക്കും മാതൃകയാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങൾ, അച്ഛന്റെയും അച്ചാച്ചന്റെയും വയസ്സുള്ള ആളുകളെ പേരെടുത്ത് വിളിച്ച് ആക്ഷേപിക്കുക. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം ആദരിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും തലമുതിർന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ എന്തെല്ലാം രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും ആക്ഷേപത്തിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. വിജയൻ എന്നാണ് എപ്പോഴും പറയുക. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയെ ഗോവിന്ദൻ എന്നാ വിളിക്കുക. അപ്പോ വിജയനെന്നും ഗോവിന്ദനെന്നും ഒക്കെ വിളിച്ച് ആളുകൾക്കിടയിൽ ആക്ഷേപത്തിന്റെ ഒരു പുതിയ സംസ്കാരം, ആളുകളെ ആക്ഷേപിക്കുന്ന പുതിയ ഭാഷ കൊണ്ടുവന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതുകൊണ്ട് അയാളുടെ പതനം അനിവാര്യമാണ്. കേരള രാഷ്ട്രീയം കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, താങ്ക് യു ശ്രീ വി കെ സനോജ്. അവസരത്തിൽ സംസാരിച്ചതിന് ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓർക്കൂ, പൊതിച്ചോറ് പൊതിഞ്ഞു കൊടുക്കുന്ന അമ്മമാരെയാണ് അനാശാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അധിക്ഷേപിച്ചത്. കാലം ഒന്നിനോടും കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ലെന്നേ. കാലത്തിന് ഒരു സമയമുണ്ട്, കാലത്തിന് ഒരു 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 വ്യാകരണമുണ്ട്. അത് കൃത്യമായിട്ട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും. നമ്മൾ എത്ര ഉയരത്തിൽ പറഞ്ഞാലും ഏത് നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അത് നമ്മളെ താഴെ ഇറക്കുക തന്നെ ചെയ്യും. ഉപധിയാവിൻ്റെ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്, വേദപുസ്തകത്തിൽ. ഏതായാലും അതങ്ങനെ പോകട്ടെ.